കാര്യസിദ്ധി പൂജയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും കാര്യസിദ്ധി പൂജ ചെയ്തിട്ട് ഫലം ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് കാര്യസിദ്ധി പൂജയെ കുറിച്ചിട്ടാണ്. എന്താണ് കാര്യസിദ്ധി പൂജ? ഈ ഒരു പൂജ ചെയ്താൽ 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പൂജ ചെയ്താൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്റെ പല ക്ലയൻസും എന്നോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാം, ഈ കാര്യസിദ്ധി പൂജ ചെയ്താല് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുമോ? അതുപോലെയാണോ മാനിഫെസ്റ്റേഷനും? ഒരു തരത്തിൽ പറഞ്ഞാൽ കറക്റ്റ് ആണ് പറയുന്നത്. കാരണം കാര്യസിദ്ധി പൂജ എന്ന് പറയുമ്പോൾ നമ്മൾ 21 ദിവസവും നമ്മൾ ആ ഒരു ഇന്റൻഷൻ ആയിട്ടാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, അല്ലെ? എന്റെ ആഗ്രഹം നടന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷനും. അപ്പൊ നമ്മൾ ഓരോ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴും നമ്മൾ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അവിടെ ഒരു സെൽഫ് ഡൗട്ടിന് അവസരം കൊടുക്കരുത്. ഡൗട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ വർക്ക് ആവാത്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പൂർണ്ണമായും നമ്മുടെ ഈ ഒരു മാനിഫെസ്റ്റേഷനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. ഓക്കെ, കീപ് ഗോയിങ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.